നിങ്ങളെല്ലാം ചുമ്മാ ഇരുന്ന് ഞാൻ റാൻഡം ആയിട്ട് ഇങ്ങനെ കണ്ണോടിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പിടിക്കാം. അപ്പം അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്നതിന്റെ ഒരു മാറ്റിതാ ഞാൻ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പിക്ക് ചെയ്ത് അഞ്ചലി ഇത് ഓപ്പൺ ചെയ്ത് കഴിച്ചു. ഓപ്പൺ ദ ലിഡ്. ഹസ്ബൻഡ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മനസ്സിൽ വരുന്ന കാര്യങ്ങള്? മനസ്സിൽ വരുന്ന പറയണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം? എന്താ കൈ ഇങ്ങനെ വെച്ചേക്കുന്ന? എന്താ എന്തുകൊണ്ട് ഹിപ്നോട്ടിസം ചൂസ് ചെയ്യാതെ ഈ മെന്റലിസം ഒരു ആർട്ട് ഫോം ആയിട്ട് അത് കൊണ്ടുപോകണം എന്ന് തോന്നിയത്? കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഹിപ്നോട്ടിസം ചെയ്യാം. ഹിപ്നോട്ടിസം ചെയ്യുന്നതിൽ വേറെ തെറ്റൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരു ആർട്ട് ഫോം ആയിട്ട് ചെയ്യാം. പക്ഷേ അതിൽ കുറേ ട്രോമാസ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. സൈക്കോസിന്റെ പല അവസ്ഥ ഇത്ര ഭയാനകമായ വേർഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 1 2 3 എന്ന് പറയുമ്പോൾ കൈ നോക്കി 1 2 3 നോ. മാധവൻ കള്ളനാണ്, പക്ഷെ മാധവൻ കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് ഓഡിറ്റോറിയം വിട്ട് പുറത്തു പോയിട്ടില്ല. എല്ലാം അത്രയ്ക്ക് ഇഷ്ടമാണോ ജെംസ് മുട്ടായി? ഇപ്പൊ ഈ ബ്ലിങ്കർ ഞാൻ പറയാം ഒന്നുമില്ല ഫുള്ളൊന്നും ഒന്നാമതേ കമന്റ് ബോക്സ് മൊത്തം മറ്റേ പ്രാക്ക് പോലെ ഇവന് പെണ്ണ് കിട്ടത്തില്ല, ഇവന് ആര് കല്യാണം കഴിക്കുന്നത്, അതിങ്ങനെ ഇൻജക്ട് ചെയ്യല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് മെന്റലിസ്റ്റ് ആവുന്നത്? അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും അണ്ടർസ്റ്റാൻഡിങ്ങും അത്രയും ഇൻഡെപ്ത് ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു കപ്പിൾസ് ആണെങ്കിൽ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നത് മെന്റലിസം പഠിക്കണം എന്നുള്ളത് അതിന്റെ ഒരു ആവശ്യമുണ്ടോ? ഹായ്, ഹലോ. ജിൻജോ മീഡിയ പ്രസൻസ് കൊച്ചു സന്തോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നീതു കൃഷ്ണ. നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ആള് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ്. സോ ടുഡേ വി ഹാവ് മെന്റലിസ്റ്റ് അനന്തു. വെൽക്കം ടു ദി ഷോ. ഹായ്, താങ്ക് യു സോ മച്ച്. അനന്തു മാത്രമല്ല, അനന്തു എപ്പോഴും ഉള്ളപ്പോൾ അവിടെ കുറെ നമുക്ക് പെൺകുട്ടികളെയും കാണാൻ പറ്റുന്നുള്ള ഒരു കേട്ടുകേൾവി ഞാൻ ചെറുതായി കേട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് സുന്ദരി കുട്ടികളെയും കൂടെ നമ്മൾ ഷോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അവരും കൂടെ ഒന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അലഖ, അപർണ, അഞ്ജലി, ഗീതാഞ്ജലി. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ മുന്നേ വി ഹാവ് എ ഗസ്റ്റ് ഹിയർ. അനന്തുവിനെ ഓൾറെഡി അറിയുന്ന ഒരാളാണ്. അനന്തുവിന്റെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു ആരാധിക കൂടിയാണ്. സോ ഒരാളെ നമുക്ക് വിളിക്കാനുണ്ട്. നമുക്ക് ഇന്ന് അനന്തുവിന്റെ ഒരു ആരാധിക കൂടിയാണ് വന്നിട്ടുള്ളത്. ആതിര അല്ലേ? ഞാൻ പക്ഷെ ആതിരയുടെ അടുത്ത് ഞാനൊന്നും പെർഫോം ചെയ്യില്ല കേട്ടോ. കാര്യം ഞാനും അതിനെ ഫ്രണ്ട്സാണ്. ഞങ്ങള് കോളേജ് മേറ്റ്സ് ആണ്. അപ്പൊ പ്ലാൻ ചെയ്ത് വന്നെന്ന് അറിയുന്നുള്ളതാണ്. അങ്ങനെ വിചാരിക്കില്ലേ? ആതിര പറയാത്തത് എന്തായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, അതായാലും മതി. ഇല്ല ആതിര പരിപാടി ഇല്ല. അതില്ല, അത് നമ്മൾ കോളേജിൽ പണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആതിര അനന്തുവിന്റെ ബാച്ച്മേറ്റ് ആണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ആള് പണ്ട് എങ്ങനെയായിരുന്നോ? എങ്ങനെ? അയ്യോ, അങ്ങനെയല്ല. പണ്ടേ ഇങ്ങനെ കുറെ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് അതിനോട് ഭയങ്കര ക്യൂരിയസ് ആയ ആളായിരുന്നോ? ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ബിക്കോസ് അനന്ത് ഇങ്ങനെ വെറുതെ നടന്നൊക്കെ അല്ല, അത് കോളേജ് ടൈമില് നമുക്കിങ്ങനെ ഈ എക്സ്പെരിമെന്റിൽ ചെയ്യുന്ന മനുഷ്യരെ വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒരു വലിയ കോളേജും കൂടെ യൂണിവേഴ്സിറ്റി കോളേജ്. ഇപ്പൊ നമുക്ക് പുറമെ കുറെ അനന്തു ചേട്ടൻ ഫാൻസ് ഉണ്ട് കേട്ടോ, എസ്പെഷ്യലി ഗേൾസ് ആണ്. കോളേജിലും അങ്ങനെ തന്നെയായിരുന്നോ? സീരിയസ് ആയിട്ടും അവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ, ഇതൊക്കെ എങ്ങനെ മനസ്സിലുള്ളതൊക്കെ പറയണേന്നുള്ളത് ഭയങ്കര ഇരുന്ന് എന്നെ ഇവിടെ ചേറി കേട്ടുള്ളത്. അന്തിങ്ങനെ നടന്നൊക്കെ പോകുമ്പോ പെൺകുട്ടികള് എനിക്കറിയില്ല ഇതൊക്കെ. അനന്തുവിന്റെ അടുത്ത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനന്തു ഈ ഡോക്ടർ സണ്ണി നമ്മള് മണിച്ചിത്രത്താഴൊക്കെ കണ്ടിട്ടാണല്ലോ ഈ ഫീൽഡ് ചൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഇതിനെ പറ്റി അറിയാൻ ശ്രമിച്ചത്. ഇൻ കേസ് മണിച്ചിത്രത്താഴില് ഡോക്ടർ സണ്ണി അനന്തു ആണെന്ന് വിചാരിക്കും, ഓക്കെ, അതിന്റെ ക്ലൈമാക്സിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുക? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക ഓക്കെ ഇത് ശോഭനയാണ് ഈ നാഗം? വലിയ പ്രോസസ് അല്ലേ അത്? എന്നാലും അയ്യോ, അത് ഒരു ലെജൻഡറി സ്ക്രിപ്റ്റ് അല്ലേ, അതിൽ ഞാൻ തൊടില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് അതിന്റെ ബ്യൂട്ടി. അതിൽ ഞാൻ കൈവച്ച് എനിക്ക് വേണ്ട. എനിക്കത് അങ്ങനെ തന്നെ കാണാനാണ് ഇഷ്ടം. മനസ്സിലാവുമല്ലോ, ബിക്കോസ് നമുക്ക് ആ മറ്റേ ക്ലോക്കിന്റെ അടുത്തേക്ക് മറ്റേ കല്ലൊക്കെ എറിയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല ഇതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ആ സിനിമയിൽ ഒരുപാട് ഡീകോഡിങ്സ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. മറ്റേ ശോഭന മാം വരുന്ന സമയത്ത്
ക്ലോക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ കല്ല് വെക്കുന്നതും. പിന്നെ എല്ലാവരും ചോദിക്കുന്നു ഓക്കെ ഇതൊരു അമാനുഷികത ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആള് ഉറങ്ങുന്നതിന്റെ ആഴമൊക്കെ അളക്കുന്നത്. പക്ഷെ ഇതെല്ലാം അതിന്റെ അകത്ത് റീസൺസ് പറയുന്നുണ്ട്. ചില സമയത്ത് രോഗിക്ക് ഇതുപോലുള്ള അമാനുഷിക ശക്തികൾ ഉണ്ടാവാം എന്ന് അവര് പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് അല്ലേ, അതിൽ ഇനിയിപ്പോ നമ്മളൊന്നും തുടങ്ങണ്ട, അങ്ങനെ ഇരിക്കട്ടെ അവിടെ. അനന്തുവിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര അറിയാൻ എനിക്ക് ആഗ്രഹമുള്ളത്, എന്താ എപ്പോഴും ബ്ലാക്ക് ഷർട്ട് ഇടും? അയ്യോ ഇത് ഞാൻ കുറെ ദിവസമായിട്ട് മാറ്റി പിടിച്ചതാ. ഇല്ലില്ല ഞാൻ സോ നമുക്ക് എനിക്ക് തോന്നുന്ന ട്രിക്സ് ഒക്കെ കാണിക്കുന്നതിന് മുന്നേ ഇവർക്കും കുറെ ചോദ്യങ്ങൾ ചോദിക്കാണ്ട്, ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. സോ ആരാദ്യം അനന്ത് ചേട്ടനോട് ചോദിക്കണം? ഇപ്പൊ എല്ലാരും മൈൻഡ് റീഡ് ചെയ്യല്ലേ, അപ്പൊ ചേട്ടൻ ആരെങ്കിലും മൈൻഡ് റീഡ് ചെയ്തിട്ടുണ്ടോ? എന്റെ മൈൻഡോ? ആ വീട്ടിലെ അമ്മ ഡെയിലി റീഡ് ചെയ്യും. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ സമയത്ത് ഞാൻ മറ്റേ കഴിച്ചോന്ന് ചോദിക്കുമ്പോഴത്തെ എല്ലാം ഞാൻ മറ്റേ ഇല്ല കഴിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കഴിച്ചെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കും. അപ്പം ഫസ്റ്റ് മെന്റലിസ്റ്റ് മജീഷ്യൻ എല്ലാം അമ്മ തന്നെ ആയിരിക്കും. അമ്മയുടേതാണ് ഈ സംഭവം. അല്ല ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. പിന്നെ അമ്മ ഞെട്ടത്തൂല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എവിടെയെങ്കിലും ധൈര്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അമ്മയടുത്ത് ചെയ്ത് അമ്മ ഒന്ന് കുറച്ചെങ്കിലും തിരക്കേടില്ല എന്നുള്ളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് പ്രസന്റ് ചെയ്യാം. കാര്യം അമ്മ ഞെട്ടത്തില്ല. അമ്മ ഇതെങ്ങനെ കള്ളത്തരം കണ്ടുപിടിക്കാൻ ഇതങ്ങനെ അങ്ങനെ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ ഇരിക്കും. ആളുകൾ എന്താന്നുള്ളത് കിട്ടുമായിരുന്നു എല്ലാം മുഴുവനായിട്ടല്ല, മുഴുവൻ ഡെഫിനറ്റ്ലി ഒരു പരിധി വരെ. എന്നെ പറ്റി എന്റെ എന്തെങ്കിലും പറയോ? ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് എന്റെ എന്തെങ്കിലും പറയോ? നല്ലത് മാത്രം പറയാം. അയ്യോ അല്ല, നമ്മള് അറിയാലോ, നമ്മള് നേരത്തെ ഇന്റർവ്യൂവിന് അല്ല അങ്ങനെയല്ല, ഇന്റർവ്യൂവിന് മുമ്പായിട്ടേ നമ്മൾ ഈ എനിക്കൊരു ബേസിക് ആളിനെ അറിയാലോ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. എനിക്ക് അറിയാത്ത ആൾക്കാരെ കുറിച്ച്. സെലിബ്രിറ്റി അല്ലേ? ഇല്ല പറയൂ ഒരു കാര്യം. എന്താ പറയാൻ പോയി? ഞാൻ സ്കെപ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതെനിക്ക് അതിന് മെന്റലിസം ഒന്നും വേണ്ട, അത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുമല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്യൂരിയസ് ആണ് എന്തെന്ന് അറിയാനുള്ള. അപ്പം അത് ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അകത്ത് ഒരു വൗ ഫാക്ടർ ഇല്ല. ഞാൻ ഇവരെ എനിക്ക് അറിയാത്ത ആതിരയും നീതുവിനെ ഒഴിച്ച് ബാക്കി ഇവരെ അറിയാത്ത ആൾക്കാരെ അറിയാത്ത ഒരാളെ പറ്റി ആർക്കാ അറിയണ്ടേ സ്വന്തം? എന്താ പറയാ, അല്ല ഒരു കാര്യം ചെയ്യും സംസാരിച്ചിട്ട് ഒരു ബേസിക് ആൾ എന്താന്നുള്ളതൊന്നും നമുക്ക് കിട്ടിയാൽ മതി. ബിക്കോസ് എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ റാൻഡംലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ആരാന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഇന്റർവ്യൂ സെഷൻ നടക്കുന്നുണ്ട്, സോ നമുക്ക് കുറച്ച് പെൺകുട്ടികളെ വേണം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടായിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരിവിടെ വന്നിട്ടാണ് ഇത് അനന്തു ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇത് അനന്തു ആരാന്നറിയാം? ചേട്ടന്മാരെ പറ്റി അറിയാലോ. സന്തോഷം. പേരെന്തായിരുന്നു? അഞ്ജലി. അഞ്ജലി അഞ്ജലി ഒരു കാര്യം ചെയ്യാം, ആ ഒരു ബോക്സ് അതൊന്ന് കയ്യിലെടുത്ത് വെച്ചോ അഞ്ജലി. വെറുതെ വെച്ചിരുന്നാ മതി. അഞ്ജലി ഒന്ന് കണ്ണടച്ചിട്ടേ. അഞ്ജലി ഇപ്പോ ഒരു ബേക്കറി കണ്ണടച്ചിട്ട് ഒരു ബേക്കറിയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ അഞ്ജലിക്ക് ഇഷ്ടമുള്ള കുറെ ചോക്ലേറ്റ്സ് ഇങ്ങനെയുണ്ട്. അതില് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ അഞ്ജലിക്ക് ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പിക്ക് ചെയ്ത് അഞ്ജലി ഇത് ഓപ്പൺ ചെയ്ത് കഴിച്ചു. അതൊന്ന് പറയാൻ പറ്റുമോ എന്തായിരുന്നു? അല്ല പറഞ്ഞാൽ മതി. എന്താ, ഏത് ചോക്ലേറ്റ് ആയിരുന്നു ഇഷ്ടം? സ്നിക്കേഴ്സ്. ലൈക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ അല്ലെങ്കിൽ എന്തുകൊണ്ടാ ഇഷ്ടമുള്ളതായോണ്ടാണോ അത്? അല്ല അത് കുഞ്ഞിലെ തൊട്ട് എൻ്റെ അച്ഛൻ ഗൾഫിൽ, അപ്പോൾ പുള്ളി കൊണ്ടുവരുന്ന ചോക്ലേറ്റിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എപ്പോഴും. ഓപ്പൺ ദ ലിഡ്. ഹാവ് ഇറ്റ്. ശരിക്കും നിങ്ങൾക്ക് സത്യമായിട്ട് അറിയോ? ഞാനിത് അറിയാത്തതാണ്. താങ്ക് യു. അഞ്ജലി അല്ലേ പേര് പറഞ്ഞു? അഞ്ജലി. എനിക്ക് എല്ലാവരും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പേര് എനിക്ക് ഓർത്തു വെക്കാം. പാടാണെന്നാണോ പറഞ്ഞത്? എളുപ്പമെന്ന് പറഞ്ഞത്. അഞ്ജലിക്ക് എന്താ ചോദ്യം ചോദിക്കണ്ട? അഞ്ജലിക്ക് എന്താ ചോദ്യം ചോദിക്കണ്ട? ചോദിച്ചോ. മനസ്സിലായി. ഞാൻ എറണാകുളം തന്നെ. എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാൻ ബിഡിസ് ഫൈനലി. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ മണിച്ചിത്രത്താഴും ഒക്കെ കണ്ട് മോഹൻലാലിനൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഉള്ള ഒരാളാണ്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്ത് കൂടുതൽ നമുക്ക് ഒരു ഡോക്ടർ സൈഡാണല്ലോ, ഹിപ്നോട്ടിസം അങ്ങനെയൊക്കെ. പക്ഷെ എന്തുകൊണ്ട് ഹിപ്നോട്ടിസം ചൂസ് ചെയ്യാതെ ഈ മെന്റലിസം ഒരു ആർട്ട് ഫോം ആയിട്ട് അത് കൊണ്ടുപോകണം എന്ന് തോന്നിയത്? കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത്. അല്ല, ഞാൻ ഇടയ്ക്ക് ഒരു റീസെന്റ് ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം വ്യക്തമാക്കി. അത് വേറെ ഒന്നുമില്ല,
ഹിപ്നോട്ടിസം ചെയ്യുന്നതിൽ വേറെ തെറ്റൊന്നുമില്ല, വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരു ആർട്ട് ഫോം ആയിട്ട് ചെയ്യാം. പക്ഷേ അതിൽ കുറെ ട്രോമാസ് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ മരിച്ചുപോയ ആൾക്കാരെ കാണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ആദ്യമേ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇത് ചെയ്താൽ ഇന്ന പ്രശ്നങ്ങൾ ആൾക്കാർക്ക് വരും. നമ്മൾ അൾട്ടിമേറ്റ്ലി ആരെയും ഒരു ട്രോമാറ്റിക് കണ്ടീഷനിലാക്കാനോ ആരെയും സങ്കടപ്പെടുത്താനോ ഒന്നുമില്ല, എന്റർടൈൻ ചെയ്യിക്കാനല്ലേ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും മെന്റലിസം വഴി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ലൈക്ക് തുടക്കത്തിൽ നമ്മൾ ചെയ്യുമായിരുന്നു, ഹിപ്നോസിസ് പരിപാടി എല്ലാം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു. പിന്നെ എന്ന് മുതലാണ് ഇതൊരു ട്രോമ ക്രിയേറ്റിംഗ് സാധനമാണെന്ന് തിരിച്ചറിവ് വന്നത്, അന്ന് സ്റ്റോപ്പ് ചെയ്തു, പിന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്തിട്ട് വന്നവരുണ്ട്? ട്രോമ ഉണ്ടായ ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് മരിച്ചുപോയ ആൾക്കാരൊക്കെ കാണിച്ചു അത് വിളിക്കുന്നുണ്ട്. അത് ഇമോഷണൽ സൈഡ് നമുക്ക് മനസ്സിലാക്കും. അതായത് നമുക്കായാലും ഇപ്പൊ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ പിന്നെയും കാണാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ അനന്ത് എന്റെ അടുത്ത് സംസാരിച്ചിട്ട് യു ആർ ടെല്ലിംഗ് മീ ദാറ്റ് ഓക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അത്ര സെക്കൻഡിൽ അത് സാധിക്കും. ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസ് ആക്ച്വലി അതിന്റെ ക്ലൈമാക്സ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതിന് മുമ്പ് ഈ ഹിപ്നോട്ടിസം പെർഫോം ചെയ്യുന്ന ആള് കുറെ സജഷൻസ് കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് കൊടുക്കും നമ്മൾ. അപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം മാത്രമേ നിങ്ങൾ വീഡിയോസിൽ കാണുന്നുള്ളൂ. പിന്നെ ഒരു ഡൗട്ട് ഇപ്പൊ അത്യാവശ്യം ഇന്റലക്ച്വലി ഇതിനെ പറ്റിയൊക്കെ അവെയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരിത് അത്രയും നന്നായിട്ട്, ബിക്കോസ് അവർ കുറച്ച് റിലക്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞാനിത് സമ്മതിക്കില്ല എന്നുള്ളതായിരിക്കും എന്റെ മനസ്സിൽ നിന്ന് വരിക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ പറ്റുമോ? ഭയങ്കര സജസ്റ്റബിലിറ്റി ആണ് എന്റെ ഒരു മെയിൻ. അത്യാവശ്യം ഡിഫെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ ട്രോമ ക്രിയേറ്റ് ആ ചോദ്യത്തിന് ഉത്തരാട്ടോ എന്തുകൊണ്ട് ഞാൻ പോയില്ല. ട്രോമ ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ സജഷൻസ് കൊടുക്കുന്ന ഹിപ്നോട്ടിക് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നെക്സ്റ്റ് പേഴ്സൺ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചേട്ടന്റെ സീക്രട്ട് ലെറ്റർ അതിന്റെ പറഞ്ഞ കുറച്ച് പേടി കിട്ടും. അതിന്റെ ഫസ്റ്റ് ഞാൻ പാവം മനസ്സ് വായിക്കണ്ട, വേറെ നീ ചെയ്താൽ ജെംസ് ഒക്കെ ഞാൻ തോന്നുന്നു. സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോ ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മെന്റലിസം ഷോ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ടാഗ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നെർവസ്നെസ് കൂട്ടുന്നതാണോ അല്ലെങ്കിൽ മറ്റ് ഷോസ് ചേട്ടൻ യൂഷ്വലി ചെയ്യുന്ന ഷോസ് ഇത് ഡിഫറെന്റ് ആവുമ്പോ എങ്ങനെയാ ചേട്ടൻ അത് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? അത് കുറച്ചും കൂടി നെർവസ്നെസ് ആണോ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് അതെ നെർവസ്നെസ് കൂടും അല്ലെങ്കിൽ പ്രാക്ടീസ് ഇതൊക്കെ കൂടുതൽ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിൽ മനസ്സിലായി. ഒരു 4-5 വർഷം 2020 സമയത്താണ് നമ്മൾ അതിന്റെ ബേസിക് സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതലേ മനസ്സിലുണ്ട് സ്റ്റേജിലോട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാര്യം അങ്ങനെ ഒരു സ്ക്രിപ്റ്റാണ്, നമ്മളൊരു സിനിമ ഡയറക്റ്റിംഗ് അങ്ങനെ ഒരു ഇരുന്ന് കുറേ ഞങ്ങൾ വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് 2 മണിക്കൂറിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ ഈ സ്റ്റേജിൽ കയറുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഭയങ്കര സ്ട്രെസ് മൊമെന്റ് ആണ്. വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നോർമൽ ഷോയിൽ ഇതുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു 10 മടങ്ങ് സീക്രട്ട് ലെറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ട്. കാര്യം അത് ഭയങ്കര കണക്ട് ചെയ്ത് പോകുന്ന ഒരു അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ചൂസ് ചെയ്യണതേ നമുക്ക് എത്രയൊക്കെ ഇത് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് എലമെന്റ്സ് ഇതിലുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിൽ ഡബിൾ തോട്ട് പോകുന്നുണ്ട്. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളായിരിക്കും ഫ്രണ്ടിൽ വരിക. സോ ഇവരൊക്കെ പിക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ബോഡി ലാംഗ്വേജസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണോ പിക്ക് ചെയ്യുക? അതായത് ഈ ടാർഗറ്റിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് ദിസ് ആൻസർ എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവൂലേ? സ്റ്റേജിൽ അത് ബുദ്ധിമുട്ടാണ്. കാര്യം സ്റ്റേജിൽ നമ്മൾ റിങ് എറിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ചലഞ്ച് ആവും. അവിടെ കിട്ടുന്ന ആരാണോ അവര് റാൻഡം ആയിട്ട് വരികയല്ലേ, അപ്പൊ അത് കുറച്ച് ടാസ്ക് ആണ്. അപ്പം അങ്ങനെ പണി തന്ന ആൾക്കാരുണ്ടല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാണ്, ഇന്ന കാര്യം ഞാൻ വിചാരിക്കാൻ പറയുന്നു, അത് വിചാരിക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോപ്പിക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇത് വന്നപ്പോ തൊട്ട് നമ്മൾ ടീമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ക്യൂരിയസ് ആയത് ഇത് നമുക്ക് വേറെ എവിടെ ചെയ്താലും പ്രശ്നമില്ല. ഇപ്പൊ അനന്ത് നമ്മളെടുത്ത് ചെയ്യുന്നു പോകുന്നു. ഇപ്പൊ ഹസ്ബൻഡ് വൈഫിന് മെന്റലിസ്റ്റ് അറിയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഹസ്ബൻഡിനും വൈഫിനും അറിയാന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഒരാൾക്ക് അറിഞ്ഞാലാ പ്രശ്നം. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഈ കള്ളം പറയുമ്പോഴത്തേക്ക് ഫുള്ളൊന്നും ഒന്നാമതേ കമന്റ് ബോക്സ് മൊത്തം മറ്റേ പ്രാക്ക് പോലെ ഇവന് പെണ്ണ് കിട്ടത്തില്ല, ഇവന് ആര് കല്യാണം കഴിക്കുന്നേ, അതിങ്ങനെ ഇൻജെക്ട് ചെയ്യല്ലേ. ഇവിടെ നിനക്ക് വേണ്ടി അത്രയും ഡൈഹാർട്ട് ആയിട്ടുള്ള ഒരു ഫാൻ മെന്റലിസ്റ്റ് ഒക്കെ പഠിച്ച് അത്ര വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോണ്ട. ആൻസർ അല്ല, ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒരാൾ പഠിച്ചു കഴിഞ്ഞാല് സീനാണ്, രണ്ടുപേരും പഠിച്ചു കഴിഞ്ഞാൽ ടാക്കിൾ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെയൊക്കെ. ആ പക്ഷെ എന്റെ ഒരു ഇപ്പൊ ഈ ബ്ലിങ്കർ ഞാൻ പറയാം ഒന്നുമില്ല
ഇല്ല, ഞങ്ങൾ ടീമിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഡിസ്കഷൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞു നമ്മൾ ഒരുപാട് ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി മിസ്ലീഡ് വരും. കാര്യം ഞാനിതിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ നാളെ ഇനിയിപ്പോ പിള്ളേർ കണ്ണടച്ചു അപ്പൊ അത് കള്ളം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബിൽ കുറെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ട് അതിനെ പറ്റിയിട്ട്. അതായത് കണ്ണടച്ചാൽ കള്ളമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തല ചൊറിഞ്ഞു കഴിഞ്ഞാൽ കള്ളമാണ്. ചിലപ്പോൾ അത് ചൊറിച്ചിൽ വന്നിട്ടായിരിക്കും എപ്പോഴും അത് കള്ളമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ, ബേസിക് പാറ്റേൺ ഉണ്ട്. അപ്പൊ അത് പഠിച്ച് തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. ബോഡി ലാംഗ്വേജ് ഒരുപാട് മിസ്ലീഡ് ചെയ്യപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ കല്യാണം എത്ര മനോഹരമായിട്ടാ ഞാൻ മറ്റേ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത്. അതെ, ഇല്ല ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു വന്നോണ്ടിരിക്കണം. കുറച്ച് പാടായിരിക്കും. അതായത് ഇപ്പൊ നമ്മള് വേറെ എല്ലാം ഞാൻ സമ്മതിച്ചു. ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡെയിലി ഒരുമിച്ച് നിൽക്കുന്നവരാ. അപ്പൊ അവർക്ക് കല്യാണം വല്ല അടുത്തിടെ ഉണ്ടോ? പിന്നെ എന്താ ഇതെല്ലാം പിടിച്ചോണ്ടിരിക്കുന്നത്? എന്തെല്ലാം കാര്യം അല്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഏറ്റവും ഡിഫിക്കൽട്ടി വരുന്ന പോയിന്റ് അതാ. ഇപ്പൊ അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞാൽ അമ്മ ക്ഷമിക്കും, ഭാര്യ ക്ഷമിക്കോ? ഇല്ലല്ലോ, പണി കിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല, ക്ഷമിക്കാൻ സാധ്യത കുറവാ. അപ്പൊ അവര് രണ്ടുപേരും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുന്ന സമയത്ത് നമുക്ക് കുറെ സാധനങ്ങൾ നമ്മൾ വിടും. അതായത് നമ്മൾ ആ ഒരു എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ. നമ്മളൊരു പോയിന്റിൽ വിൽ ബി യുവർ സെൽഫ്, ആ ഓപ്പോസിറ്റ് ആളാണോ ദിൽ ബി ദെംസെൽഫ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് മെന്റലിസ്റ്റ് ആവുന്നത്? അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അത്രയും അണ്ടർസ്റ്റാൻഡിങ്ങും അത്രയും ഇൻഡെപ്ത് ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു കപ്പിൾസ് ആണെങ്കിൽ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നത് മെന്റലിസം പഠിക്കണം എന്നുള്ളത് അതിന്റെ ഒരു ആവശ്യമുണ്ടോ? പഠിക്കണത് ഇതിന് വേണ്ടിയല്ല. ഫാൻസ് കൂടിയെന്ന് എന്താ അത്രയും ഇമോഷണൽ കണക്ഷൻ പറഞ്ഞേനെ അതോ? അനന്തുവിന്റെ ഒരു ക്രൈറ്റീരിയ പോയിന്റ് അവർക്ക് കിട്ടി, അതിനാണ് അവിടെ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മെന്റലിസത്തിനൊന്നും അവിടെ ഒരു ഇതില്ല. അവിടെ നിന്ന് ഒരാൾ സാധനം കാണിച്ചായിരുന്നു ഇപ്പൊ. സോറി കേട്ടോ, മറ്റേ അത് ചോദിച്ചോളൂ. ഇപ്പൊ ഈ ഷോ ഒക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യാൻ മൈൻഡില്, അതൊന്ന് പറയാവോ? ഞാനേ ഏറ്റവും ബേസിക് ആയിട്ട് അൺപ്രിപ്പയർഡ് ആയിട്ടിരിക്കും, അൺഫിൽറ്റേർഡ് ആവുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. പ്രിപ്പറേഷൻസ് ഓൾറെഡി ഒക്കെ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രിപ്പയർഡ് ആവണം. പക്ഷെ ഏറ്റവും കൂടുതൽ ടു ബി അൺപ്രിപ്പയർഡ്, അതിൽ നിന്ന് നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഈ നിങ്ങളെല്ലാം ചുമ്മാ ഇരുന്ന് ഞാൻ റാൻഡം ആയിട്ട് ഇങ്ങനെ കണ്ണോടിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പിടിക്കാം. അപ്പം അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്നതിന്റെ ഒരു മാറ്റിത്. അപ്പോൾ ആരൊക്കെ കോൺഷ്യസ് ആവുന്നുണ്ട്, ആരൊക്കെ കോൺഷ്യസ്. ഇവിടെ ഒരു കുലുക്കമില്ല, ഇവിടെ ഇതൊരു സ്ഥായി. ഞാൻ പേടിക്കണ്ടല്ലോ, ബിക്കോസ് എനിക്ക് എന്റെ കയ്യിലല്ലല്ലോ മെന്റലിസം ഉള്ളത്. പുലിയാണ്. അതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ അനന്തനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. മനസ്സിലാവുന്നില്ല. അതാ ഞാൻ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അനന്തനെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കും. ജെംസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും വേണ്ട, 4 പേരില് ആരെങ്കിലും ഒരാള് ഞാൻ പറയുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു ജെംസ് ഒന്ന് എടുത്ത് കഴിക്കണം. കഴിച്ച് സാലറി ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് കഴിച്ചതിന് ശേഷം ബാക്ക് ടു യുവർ സീറ്റ്. ഇപ്പോഴല്ല, ആരെങ്കിലും ഒരാൾ കണ്ണൊന്ന് പൊത്തി തരുമല്ലേ? ചുമ്മാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടേ ഞാനിങ്ങനെ ഞാൻ എത്തി നോക്കാൻ ശ്രമിക്കും കേട്ടോ. എത്തി നോക്കാൻ സമ്മതിക്കരുത്. കണ്ണ് ഇത് ആരാ, ഞാനിത് എവിടെ വന്നിരിക്കുന്നത്? കണ്ണ് പൊത്തുന്ന സമയത്ത് 4 പേരിൽ ആരെങ്കിലും ഒരാൾ മാക്സിമം ശബ്ദം ഉണ്ടാക്കാതെ വരണം. എടുക്കുമ്പോൾ എന്തായാലും ശബ്ദം ഉണ്ടാവും, അത് കുഴപ്പമില്ല. കഴിക്കുക, ബാക്ക് ടു യുവർ സീറ്റ്. പക്ഷേ ചെയർ അനങ്ങരുത് പരമാവധി. ചെയർ അനങ്ങിയാൽ എനിക്ക് ആ ഡയറക്ഷൻ എനിക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചെയർ അനങ്ങിയാൽ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തിരുന്നാൽ മതി, ഇരിക്കുന്ന പൊസിഷൻസ്. ഓക്കെ, ഇറങ്ങി നടക്കങ്ങോട്ട്. നിങ്ങൾ സംസാരിച്ചോ? കണ്ടിന്യൂസ്ലി സംസാരിച്ചോണ്ടിരുന്നോ? ചവച്ചരച്ച് നിന്ന് വേഗം ഒരുപോലെ പോയിരുന്നോട്ടോ. എല്ലാരും ഒരുമിച്ചിരിക്കേ. കഴിച്ചു കേട്ടോ. അത് സാധാരണ തുറന്ന പോലെ കുഴപ്പമില്ലല്ലോ. ഇല്ല, എനിക്ക് തൃപ്തിയാവണം പ്ലീസ്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ, എനിക്ക് തൃപ്തിയാവണം. അതുകൊണ്ടാ ഫുള്ളി കഴിച്ചു കഴിഞ്ഞിട്ട്
ഇതാക്കിയാ മതി. ഓക്കെ, ഇതിലാരെ കഴിച്ചത് ഞാൻ കണ്ടില്ല. ഓക്കെ, ഡൺ ഡൺ. ഓക്കെ ഓക്കെ, സൈക്കോസിന്റെ പല അവസ്ഥ ഇത്ര ഭയാനകമായ വേർഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളൊക്കെ മറ്റേ പണ്ട് നമ്മൾ മറ്റേ കള്ളനും പോലീസ് ചെയ്തിട്ടേ കള്ളനെ നമ്മള് അല്ലല്ലോ. ഓ അങ്ങനെ. ഹായ്, ഒരു കാര്യം ചെയ്യൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വെറുതെ ഒന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ഞാനൊരു കഥ പറയാം. നിങ്ങളൊരു പാറ്റേൺ പോലെ ആ കഥയ്ക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വെറുതെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കണ്ടിന്യൂഷൻ വെറുതെ പറഞ്ഞാൽ മതി. ഒരിടത്ത് ഒരു വീട്ടിൽ ഒരു മോഷണം നടന്നു. ആ മോഷണത്തിൽ അവിടെ ഒരു വീട്ടിൽ ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇതിന്റെ ബാക്കി എന്താ പറഞ്ഞു? ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ചേച്ചീന്റെ ഭർത്താവ് വന്നു. നമ്മള് ഫുള്ള് അനന്തുവിനെ കല്യാണം കഴിപ്പിച്ചിട്ട് നമ്മള് അയ്യോ. ചേച്ചിയുടെ ഭർത്താവ് ഒരു മെന്റലിസ്റ്റ് ആയിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ബാക്കി ഞാൻ അടുത്ത ഓക്കെ. പുള്ളിക്കാരി മെയിനായിട്ട് എന്താ ഫുഡ് കഴിച്ചതെന്നായിരിക്കും പുള്ളി ആദ്യം ചോദിച്ചത്. കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ഉത്തരം ഇല്ല, ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഒരുമിച്ചാണല്ലോ എന്നും ഫുഡ് കഴിക്കുന്നത്. എന്നിട്ട് അവര് കുറെ സംസാരിച്ചു. പിന്നെ അവര് ഉറങ്ങാൻ വേണ്ടി കിടക്കണ നേരത്താണ് മോഷണം നടന്നത് കാണുന്നത്. മോഷണം നടന്ന് അതിനുശേഷം കള്ളൻ ആരാന്ന് അവര് തപ്പാൻ വേണ്ടി പോയി. അതിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലല്ലോ. എനിക്ക് ഇത് നിങ്ങൾ ഭയങ്കര എനിക്ക് തോന്നുന്നത് അഭിനയാണ്. ആൾക്ക് മിക്കവാറും കിട്ടിക്കാണും. അല്ലല്ല, എനിക്ക് രണ്ടുപേരിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടുപേര് ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഇരിക്കുന്നതില് ഒരാളും പിന്നെ ഇദ്ദേഹമല്ല പുള്ളിക്കാരി ഗീതാഞ്ജലി അല്ല. അല്ലല്ലോ അല്ലേ? അറിയില്ല, നമുക്കറിയില്ല. അയ്യോ അല്ല, അതെ, ഒരു കാര്യം ചെയ്യും. എവിടെന്നാ റീസെന്റ് ആയിട്ട് ഹെയർ ഒക്കെ വീട്ടിൽ തന്നെയാണോ ഹെയർ കളറും പരിപാടിയൊക്കെ ചെയ്യുന്നത്? അല്ല, ഞാൻ പാർലറിൽ പോയ ഹെയർ കളേഴ്സ് ചെയ്യും. പാർലർ കൊണ്ട് എന്നെ നോക്കുന്നതിന് വരെ ഇവിടെയൊക്കെ നോക്കിയോ? ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ക്ലൂ തരുന്നുണ്ടോന്നൊക്കെ ആരും ക്ലൂ തരില്ല. നമുക്ക് എല്ലാവർക്കും അറിയണം. ശരി. മാസ്റ്റർ, ആ വാച്ചിന് എത്ര രൂപയുണ്ട്? ഇതിന് 1000 സംതിങ് ഓർമ്മയില്ലേ? രാവിലെ എന്താ കഴിച്ചിരുന്നു? ഒന്നും കഴിച്ചില്ല. അല്ല, ഞാൻ കഴിക്കാറില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, അത്യാവശ്യം ഒരു ഹസ്ബൻഡ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മനസ്സിൽ വരുന്ന കാര്യങ്ങള്? മനസ്സിൽ വരുന്നുണ്ട്. പറയണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം? ഞാൻ വിചാരിച്ച ക്രിയേറ്റീവ് അതാണോ വിചാരിച്ചത്? ഒരു ഏതെങ്കിലും ഒരു മൂവി ആയിട്ട് എല്ലാം കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. വെറുതെ ഭാവിയിലുള്ള ഹസ്ബൻഡിന് വെയിറ്റ് എന്താ കൈ ഇങ്ങനെ വെച്ചേക്കുന്നത്? എന്താ ചുമ്മാ ഭയങ്കര സീനാണല്ലോ നിങ്ങള്. ഇത്രയും എക്സ്പ്രഷൻ ഇടും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ആള് പറയും. എനിക്ക് ഇത്രയും എക്സ്പ്രഷൻ ഇട്ടിട്ട് അവസരം ഉത്തരം പറയാൻ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ ടു ബി ഹോണസ്റ്റ് സീരിയസ്ലി പറയാം. എനിക്കിത് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കൊണ്ടുപോയില്ല. എനിക്ക് മാക്സിമം ലാഗ് എനിക്ക് പറ്റത്തില്ല. പടപട ചെയ്ത് പോണം. ഇപ്പൊ വിശ്വാസമല്ല. എനിക്കറിയുന്നത് ഇനി ആളെങ്ങാനും ഇടയ്ക്ക് വെച്ചിട്ട് എന്നെ കണ്ടുപിടിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ലീഡ് ചെയ്തോണ്ടിരുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഞാൻ മൂവ് ചെയ്ത സൗണ്ട് മാറും. ഇവര് മൂന്നുപേരും കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഒരു കാര്യം ചെയ്യും, ആ ഒരു ഏത് മൂവി റിലേറ്റ് ചെയ്തിട്ടുള്ള ആരുടെ പടമാണെന്നൊന്ന് ആലോചിക്കോ? ആക്ടർ ആരാന്ന് ആലോചിക്കോ? ഫസ്റ്റ് ലെറ്റർ ഒന്ന് ആലോചിക്കോ ആളുടെ? ABCDEFGHIJKLMNOPQRSTUV
RSTU S എസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ പറഞ്ഞു ഇത് ഇവര് വേറെ മൂവി ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? വിശേഷം അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത വേർഡാണ് വിശേഷമോ? അങ്ങനെ വിശേഷം എന്താ ആലോചിച്ച വിശേഷം മൂവി ആലോചിച്ചത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ അത്യാവശ്യം ഇവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാൻ പറ്റും മനസ്സിൽ? രണ്ടുപേരുണ്ട്. അതിൽ അത്യാവശ്യം സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു പേരൊന്ന് വെറുതെ ആലോചിച്ചോണ്ടിരിക്കുക, ആ ഒരു പേര് മാത്രം. എന്താ എന്നെ തന്നെ നോക്കുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ എന്ത് കള്ളത്തരോ ഞാൻ ഡൈവേർട്ട് ചെയ്യാൻ നോക്കാം. ഇതെങ്ങനെ ഇത് ആളാരാണെന്ന് പറയാതെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് കിട്ടുന്നില്ല. ഞാനൊന്ന് നിങ്ങളുടെ അടുത്തോട്ട് വന്നോട്ടെ, ഞാൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ മൂന്നുപേരൊന്ന് വായോ, പെട്ടെന്ന് വായോ. രണ്ടുപേരും ഇവിടെ നിൽക്കും. രണ്ടുപേരും 1 2 3 എന്ന് പറയുമ്പോ കൈ നോക്കി. 1 2 3 നോ. മാധവൻ കള്ളനാണ്, പക്ഷെ മാധവൻ കട്ടാവൊന്നും ഈ ചേക്ക് വിട്ട് ഓഡിറ്റോറിയം വിട്ട് പുറത്തു പോയിട്ടില്ല. എല്ലാം അത്രയ്ക്ക് ഇഷ്ടമാണോ ജെംസ് മുട്ടായി? ഭയങ്കര ഇഷ്ടം. താങ്ക് യു. പറഞ്ഞില്ല ഇത് കണ്ടുപിടിക്കും വലുതായിട്ടൊന്നും തോന്നുന്നില്ല. അല്ല ഞാൻ സീരിയസ്ലി ഇത്രയും ഞാൻ ശ്വാസം മുട്ടി ഈ ഒരു ആക്ട് ചെയ്തൊരു സ്ഥലം വേറെ ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഈ പുള്ളിക്കാരത്തി ഞാൻ വിളിച്ചപ്പോ എനിക്ക് കൺഫേം ആയി. ആള് ബോഡി ലാംഗ്വേജിൽ കുറച്ച് മാറ്റങ്ങൾ ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ നോട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഇനി എന്നെ അവിടെ ഒരു പരിപാടി ഇല്ല, അവിടെ ഒരു പരിപാടി ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഈ ഇന്റർവ്യൂ ചോദിച്ചു വാങ്ങിയതാ. ഞാൻ പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് അനന്തുവിന്റെ ഇന്റർവ്യൂ ഫസ്റ്റ് പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് വേറെ ഷൂട്ട് ഉണ്ടായി. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് തന്നെ വേണം, എനിക്കിത് കാണണം, എനിക്കിത് അറിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇല്ല ഇയാളെ അനന്തു നമുക്ക് നോക്കട്ടെ, കുറച്ച് കഴിയുമ്പോ നോക്കാം. ഞാൻ ട്രൈ ചെയ്യാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. കുറച്ച് കഴിയുമ്പോഴേ ചിലപ്പോ ഞാൻ എക്സൈറ്റഡ് ആവും. അതാണോ? അല്ലല്ല നോക്കാം. അനന്തുന്റെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ഷോ എന്ന് പറയുന്നത് ഇപ്പൊ അനന്ത് കുറെ മാസങ്ങളായിട്ട് അതിന്റെ പുറകെ ഇരുന്ന് നിൽക്കുകയാണ്. ദ സീക്രട്ട് ലെറ്റർ എന്നുള്ളതാണ് ഷോ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു പ്രിപ്പറേറ്ററി ഫേസ് നടക്കുന്നുണ്ടായിരുന്നല്ലോ. സോ അനന്തുന്റെ സ്കെഡ്യൂൾ എങ്ങനെയാ, അനന്ത് എങ്ങനെയാ ഇത് ബേസിക്കലി ഇത് സ്കില്ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. എനിക്ക് ഇതൊക്കെ നമ്മൾ നെട്ടുന്ന സമയത്തും എന്റെ മനസ്സിൽ ഇതൊരു ഡെവലപ്പിംഗ് സ്കില്ലാണെന്നാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് മാജിക്കിന്റെ എലമെന്റ്സ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ എലമെന്റ്സ്, ബോഡി ലാംഗ്വേജ് അനാലിസിസ്, കുറെ ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം മിക്സ്ചറാണ്. ഇങ്ങനെ സ്കില്ലെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് രീതിയിൽ ഇത് പെർഫോം ചെയ്യാൻ പറ്റും. മാജിക് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും, അല്ലാതെ ഒബ്സർവേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത് ബിഹേവിയർ പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. നമ്മൾ അതിപ്പോ കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എല്ലാത്തിന്റെ ഒരു ബ്ലെൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. എപ്പോഴെങ്കിലും അനന്ത് ചെയ്ത സമയത്ത് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ഇപ്പൊ സാധ്യത കുറവായിരിക്കും. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഈശ്വര ഇത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഡിപ്പെൻസ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യുണീക്ക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒരാൾ ചിന്തിക്കുന്ന പാറ്റേൺ ആയിരിക്കില്ല മറ്റൊരാൾക്ക് വരുന്നത്. അപ്പം നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു സജഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മഴയുള്ളൊരു ദിവസമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സജഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മഴ, സ്കൂള് ഇതൊക്കെ പറയുന്ന സമയത്ത് പ്രണയം എന്ന് പറഞ്ഞൊരു സാധനം ആൾക്കാരുടെ മനസ്സിൽ വരും. അപ്പൊ അത് വെച്ച് എനിക്കിങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അവരുടെ മനസ്സിൽ അടുത്ത് വരുന്ന ഒരു വേർഡ് ലവ് ഇതായിരിക്കും. ഇങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം മഴ എന്ന് പറയുമ്പോഴത്തേക്കും പ്രണയം വരാതെ പ്രളയം വരുന്ന ആൾക്കാരും ചിലപ്പോൾ കാണും. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിസ്റ്റേക്സ് വരും. എത്ര കാലമാണ് ഇത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്? അത് ഡെയിലി പ്രാക്ടീസ് ഉണ്ടോ? പ്രാക്ടീസ് ഓരോ ദിവസവും ഞാൻ പറഞ്ഞ പോലെ പുതിയ ആൾക്കാരെ കാണുന്നതെല്ലാം നമ്മുടെ പ്രാക്ടീസ് ആണ്. ചിലപ്പോ ഒന്നും ചെയ്യില്ല, പെർഫോമൻസ് ഒന്നും ചെയ്യണം എന്നില്ല. വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ തന്നെ ചോദിച്ചു മേടിച്ച ഓപ്പൺ ഇറ്റ്. എടാ ശരിക്കും